ലിഡിയ, പേടിക്കല്ലേ, ഒന്നുമില്ല, അവൾക്ക് ഒന്നും പറ്റില്ല. സർ, എനിക്ക് പേടിയാന്നു. പപ്പയും ഇച്ചായനും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ലടോ, ഞാനില്ലേ തന്റെ കൂടെ. നോക്കിയേ, ഞാൻ എപ്പോഴും തന്റെ കൂടെ ഉണ്ടാകും. ഞാനുള്ളപ്പോൾ തന്നെ ആരും ഒന്നും ചെയ്യില്ല. സർ, നമുക്ക് പോകാം. എനിക്കിവിടെ നിൽക്കണ്ട. ശരി, വാ പോകാം. മോളെ ലച്ചു, നീ എന്താ എത്ര നേരമായിട്ട് എഴുന്നേക്കാത്തെ? അയ്യോ മോളെ, നല്ല പനിയുണ്ടല്ലോ. മേലാസകലം പൊള്ളുന്ന ചൂട്. എടാ അലക്സേ, അലക്സേ, എടാ എഴുന്നേക്ക്, എടാ ഒന്ന് എഴുന്നേക്കടാ. എന്താ മമ്മി, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്താ കാര്യം? എടാ ലച്ചുന് നല്ല പനി, നീ വന്നൊന്ന് നോക്കടാ. എനിക്ക് ആകെ പേടിയാന്ന്. പനിയോ? പെട്ടെന്നെന്താ? ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല, നീ ഒന്ന് വേഗം വാ. ഞാൻ വരുന്നു. മമ്മി ഒന്ന് പോയി വിച്ചുവിനെ നോക്കിയേ, അവന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോന്ന്. ആടാ, ഞാൻ നോക്കാം. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തല്ലേ. ലച്ചു, ലച്ചു. ലച്ചു, നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ? വല്ല സ്വപ്നവും മറ്റോ? അയ്യേ, അതിന് നീ എന്തിനാ കരയുന്നേ? എന്താടി, എന്താ നിനക്ക് പറ്റിയേ? സോറിയോ? എന്തിന്? നീ കരയല്ലേ? എന്താടി കാര്യം? ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു. തോന്നി. അല്ലാതെ പേടിപ്പനി വരാൻ വഴിയില്ലല്ലോ. ഞാൻ മമ്മിയുടെ കയ്യിൽ മരുന്ന് കൊടുത്തുവിടാം. ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. മോനെ വെച്ചു, വെച്ചു, മോനെ എഴുന്നേൽക്ക്. കർത്താവേ, ഇതെന്താ ദേഹം മുഴുവൻ തണുത്ത് മരവിച്ചിരിക്കുന്നേ? മമ്മി, അവന് വല്ല കുഴപ്പമുണ്ടോ? വിച്ചുവിന്റെ ദേഹം മുഴുവൻ തണുത്ത് മരവിച്ചിരിക്കുക. നീ ഒന്ന് നോക്കിയേ. എന്താ അവിടെ ഒരു ബഹളം? വിച്ചുവിന് എന്താ പറ്റിയേ? പപ്പ, നമ്മൾ പേടിച്ച പോലെ തന്നെ വിച്ചുവിന് സിംറ്റംസ് കാണിച്ചു തുടങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ ഡേവിഡിനെ ഒന്ന് വിളിക്കട്ടെ. അപ്പ എന്താ പറഞ്ഞേ? പേടിക്കണ്ട, എപ്പോഴും കൊടുക്കാറുള്ള മരുന്ന് കൊടുത്താ മതി എന്നാ പറഞ്ഞേ. പിന്നെ ലെരിസിനെ വിളിച്ചൊന്ന് നോക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ പോയി മരുന്ന് കൊണ്ടുവരാം. ഞാൻ ഇച്ചാനെ വിളിച്ചിട്ട് വരാം. മരുന്ന് ഇങ്ങതാ. പേടിക്കണ്ട, ഞാനിപ്പോ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ടെമ്പറേച്ചർ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വിച്ചുനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം. 1-2 ടെസ്റ്റ് ചെയ്യാനുണ്ട്. ശരി ചായ, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലടോ, പെട്ടെന്ന് ടെമ്പറേച്ചർ ഡിക്രീസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ചെക്കപ്പിന് വേണ്ടിയാ, വേറൊന്നുമില്ല. ഞങ്ങള് വിച്ചു ഒന്ന് ഉണർന്നിട്ട് കൊണ്ടുവരാം. അത് മതി അങ്കിൾ, എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാ മതി.
അല്ല ലച്ചുവിന് കുഴപ്പമില്ലല്ലോ? അവളെ കണ്ടില്ല. അവൾക്ക് പനിയാ. എന്തോ രാത്രി സ്വപ്നം കണ്ടു. പേടിപ്പനി വന്ന് കിടപ്പുണ്ട് അവിടെ. ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ റെസ്റ്റ് എടുക്കുക. ആണോ? എന്നാ റെസ്റ്റ് എടുക്കട്ടെ. ഞാനിപ്പോ പോകുക. കുറച്ചു കഴിഞ്ഞിട്ട് രണ്ടാളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വന്നാ മതി. ശരി, ഞങ്ങൾ വരാം. ഞാനിതെവിടെയാ? നീ ഇപ്പോ എവിടെയാണെന്ന് അറിയണോ? ആരാ അത്? ഞാൻ ആരാന്ന് അറിയാൻ സമയമായിട്ടില്ല. ആരായാലും എന്റെ മുന്നിൽ വാ. ഷെടാ, അതല്ലേ ഞാൻ പറഞ്ഞ ടൈം ആയിട്ടില്ലാന്ന്. സമയമാകുമ്പോ ഞാൻ തന്നെ വരും തന്റെ അടുത്തോട്ട്. ഇപ്പൊ നീ എന്തിനാ വന്നേ? ഒരു മുന്നറിയിപ്പ് തരാനാ. മുന്നറിയിപ്പോ? എന്ത് മുന്നറിയിപ്പ്? നീ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും സത്യമല്ല. നീ അറിയേണ്ടതായി ഒത്തിരി കാര്യമുണ്ട്. അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ഉത്തമമായ തീരുമാനം നീ എടുക്കണം. അത് ആരെയും വേദനിപ്പിക്കുന്നതായിരിക്കരുത്. എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായിക്കോളും അതിന്റെ സമയം വരുമ്പോ. ഇപ്പോ ഇത് മാത്രം ഓർത്തു വെച്ചാ മതി. ഒന്നു ചേരാൻ വിധിച്ചിട്ടുള്ളതേ ഒന്നു ചേരൂ. അതെ, വേർപിരിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ സമയമാകുമ്പം മനസ്സിലായിക്കോളും. ഇപ്പോ ഞാൻ പോകുക. പോകല്ലേ, നീ ആരാന്ന് പറ. ഞാനിത് എവിടെയാ? വിച്ചു, എന്താടാ? എന്തു പറ്റി? ഞാനിത് എവിടെയാ? നിനക്കിത് എന്താ പറ്റിയേ? എടാ, ഇത് നിന്റെ റൂമായിരുന്നു. ഞാൻ പെട്ടെന്ന്. നീ വല്ല സ്വപ്നവും കണ്ടോ? എന്തൊക്കെയോ കണ്ടു, പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ആരോ എന്നോട് എന്തൊക്കെയോ ചെയ്യരുത് എന്ന് പറഞ്ഞു, പക്ഷെ എന്താന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അത് ജസ്റ്റ് ഒരു സ്വപ്നമല്ലേ. നീ അത് വിട്. നീ എഴുന്നേറ്റ് പോയി ബ്രഷ് ചെയ്തിട്ട് വാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. നിനക്ക് രാവിലെ ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആയിരുന്നു. ലെവിസിച്ചാനൊന്ന് ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അല്ല, ലച്ചു ഓക്കെ അല്ലേ? അവൾ ഓക്കേടാ, കുഴപ്പമൊന്നുമില്ല. എന്ത് ലുക്കാ കാണാൻ. ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ തോന്നുക. അയ്യേ ലച്ചു, നീ ഇത് എന്തൊക്കെയാ പറയണേ? അത് നിന്റെ സാറാ. മായ്ച്ചോളാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹീ സ്റ്റിൽ ഹാൻസം. വായി നോക്കാൻ ആദ്യം പെർമിഷൻ വേണ്ടല്ലോ.
ഇത് തെറ്റാ. അത് നിന്റെ പ്രൊഫസറാ ലിഡിയ. വേണ്ട, ഇതൊരിക്കലും ശരിയാകത്തില്ല. ആ ഫീലിങ്സ് മറന്നു കളഞ്ഞേക്ക്. ലിഡിയ, നീ എന്തൊക്കെ ആലോചിച്ചു കൂട്ടുന്നു? അത് നിന്റെ പ്രൊഫസറാ. വേണ്ടാത്തതൊന്നും ആലോചിക്കല്ലേ. അതൊക്കെ തെറ്റാ. സാറിന് വേറൊരാളെ ഇഷ്ടമാണെന്ന് ചേച്ചി പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? അതിൻ്റെ ഇടയിൽ നീ കൂടെ. വേണ്ട ലച്ചു, വേണ്ട. ഇതൊക്കെ ഇവിടെ തന്നെ നിർത്തിയേക്ക്. ലച്ചു, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ദേ, എന്റെ മുഖത്തോട്ട് നോക്കിയേ. ഞാൻ നിന്നെ 1 വീക്കായി ശ്രദ്ധിക്കുന്നു. നീ മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്താ കാര്യം? അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, മടിക്കരുത്. ഗായ്സ്, നിങ്ങൾ അറിഞ്ഞോ? പുതിയ റിസർച്ച് പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വാവ്, അത് കലക്കി. കുറേയായി ബോറടിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇനി റിസർച്ചിന്റെ പേരിൽ അടിച്ചു പൊളിക്കാം. വെറും വ്യാമോഹം മാത്രമാണ് മോളെ ലച്ചു. പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയതേ ഇവാൻ സാറാ. ബെസ്റ്റ്. അപ്പൊ ആ പ്രതീക്ഷയും പോയി. വാ, പോയി ഗ്രൂപ്പ് ഏതാന്ന് നോക്കാം. ഇതെന്താ ആരും തുറക്കാത്ത? ഹലോ, ഹായ്. എന്നെ മിസ് ചെയ്തോ? വഴിപോക്കർക്ക് ഇവിടെ എന്താ കാര്യം? മാറങ്ങോട്ട്. പിണങ്ങല്ലേടാ ഇച്ചനോട്. ക്ഷമിക്കെന്റെ കരടി കുഞ്ഞെ, സോറി. ഓ, ഒരു സോറി പറഞ്ഞ എല്ലാം തീരുമല്ലോ. എത്ര വർഷം ഇവിടെ നിന്ന് പോയിട്ടെന്നറിയോ? ഒന്ന് കോൾ എങ്കിലും ചെയ്തൂടെ? അല്ലേ വേണ്ട, കോൾ ചെയ്ത അറ്റ്ലീസ്റ്റ് അറ്റൻഡെങ്കിലും ചെയ്തൂടെ ഒന്ന്? ലച്ചൂസേ സോറി. നിനക്കറിയാലോ, ഞാൻ എപ്പോഴും ബിസിനസിന്റെ കാര്യങ്ങൾക്കായി ട്രാവലിംഗ് ആയിരിക്കും. അപ്പോ ഇതിനിടയിൽ ടൈം കിട്ടുമ്പോ എല്ലാം ഞാൻ വിളിക്കാറുണ്ട്. നിന്നെ കിട്ടാറില്ല എന്ന് മാത്രം. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, അല്ലാതെ. ഓക്കേ, സോറി. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. അല്ല, ഇതിപ്പോ എത്ര ദിവസത്തേക്കാ വന്നേ? 2 3? 3. പക്ഷേ ദിവസമല്ല, മാസം. 3 മാസം ഞാൻ ഇവിടെ എന്റെ ലച്ചുവിന്റെ കൂടെ കാണും. ശരിക്കും 3 മാസോ? സത്യം? അല്ല, വിച്ചുവിനറിയോ ഇച്ചയം വന്നത്? ബെസ്റ്റ്. അവനല്ലേ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എന്നിട്ട് എന്നോട് ഇച്ചയം വരുന്നതൊന്നും പറഞ്ഞില്ലല്ലോ. അവര് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അവരെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞിട്ടാ അവര് പറയാതിരുന്നെ. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും സുഖമല്ല ചായ? അവർക്കൊക്കെ സുഖ. അവര് വരുന്നുണ്ട് വൈകാതെ തന്നെ. ഓ, ഇപ്പോഴെങ്കിലും ഇങ്ങനെ 2 ജീവൻ ഇവിടെ ഉണ്ടെന്ന് ഓർത്തല്ലോ. അത് തന്നെ വലിയ കാര്യം. അതൊക്കെ വിട്. നിന്റെ ഫേവറേറ്റ് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും? എന്നാ ഇത് ആദ്യം പറയണ്ടേ? മാറ്, ഞാൻ പോയി വിച്ചു വരുന്നതിന് മുന്നെടുക്കട്ടെ. തീരി, അവനുള്ളത് അവിടെ മാറ്റി വെച്ചേക്ക്. ആലോചിക്കാ. ഇവളുടെ ഒരു കാര്യം. ഇച്ചായനെന്താ വരാൻ പറഞ്ഞു വിളിച്ചേ?
ആ അത് അന്ന് നീ കൊണ്ടുവന്നില്ല ഒരു കുട്ടി, അവൾ കോൺഷ്യസ് ആയി. ഞങ്ങൾ വിചാരിച്ചത് കോമയിലാകുന്ന, ബട്ട് താങ്ക് ഗോഡ് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വല്ല കുഴപ്പമുണ്ടോ? ഏയ് അതൊന്നുമില്ല, നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലഡ് കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. വലിയ മുറിവും കാര്യമൊന്നുമില്ല. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വാ. എടോ, തനിക്കെന്നെ മനസ്സിലായോ? ഇവാൻ സർ, തനിക്ക് ഇപ്പോ എങ്ങനെയുണ്ട്? താൻ ഓക്കെ ആണോ? തന്നെ ആരാ ഇങ്ങനെ ചെയ്തേന്ന് ഓർമ്മയുണ്ടോ? ഫേസ് കവർ ചെയ്തിരുന്ന താൻ പേടിക്കണ്ട, ഇനി തന്നെ ആരും ഉപദ്രവിക്കില്ല. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? ലിഡിയ, ഷീസ് ഇൻ ഡേഞ്ചർ.